Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my best friend Busha. Hi friends. ஓகே, நீங்க பார்ட் 1 பார்த்துப்பீங்கன்னு நினைக்கிறேன். பார்ட்ல நான் டிஸ்கிரிப்ஷன்ல லிங்க் ஷேர் பண்றோம், போய் பாருங்க. இப்போ பார்ட் 2 குள்ள போயிடலாம். அவன் ஏதாவது பெரிய குண்டா போட்டிருப்பான்னு நினைக்கிறேன். ഇവന്റെ തള്ളു കേട്ടിട്ട് മൊബൈൽ അടിച്ചു പോയോ? ഏയ് ഉല്ലാസ്, ഞാൻ പറഞ്ഞതൊക്കെ കേട്ടോ? എന്നിട്ടെന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാനൊന്നേ ഉള്ളൂ. I love you. ഇത്ര വേഗം പറയണ്ട. You sleep over it. You can tell me tomorrow. Tomorrow too. I love you too. ഇനി കല്യാണം നടന്നില്ലേ, ഞാൻ കാനഡയിൽ വരും. നയാഗ്ര ചാടിച്ചാവാൻ. That is my love. Love is divine. ഇനി വൈൻ കിട്ടോ? മൂക്കറ്റും കള്ളു കുടിച്ചാലും കള്ളം പറയാൻ പറ്റുന്ന ഒരു കഴിവ്. മൂക്ക് വരയ്ക്ക് സർക്കിൾ. പട്ടേൽ. Is it Patel? മീസ. ആ പട്ടേലർ വന്നിരിക്കുന്നു. കൊറേ താലങ്ങളിൽ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. പട്ടേലര് തിരിച്ചു പോകുമ്പോ ആ തലയായിരുന്നു. സലാം, ഗുഡ് നമസ്തേ. അയ്യോ, എന്താ சொல்றது? പട്ടേൽ ജി വെറുതെ ഇരിക്കാതെ എന്തെങ്കിലും എടുത്ത് കഴിക്കും. നമുക്ക് പിന്നെ കഴിക്കാം. ഉജ്ജലേട്ടൻ എല്ലാ കാര്യങ്ങളും ഫോണിലൂടെ സംസാരിച്ചിരുന്നല്ലോ. അപ്പൊ ഇനി കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ തീർത്തോ? ഇത്തരം കാര്യങ്ങൾ ഫോണിലല്ല, നേരിട്ടാ തീർക്കേണ്ടത്. പട്ടേലർ ബായ് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഒരുപാട് കല്യാണം ഇങ്ങനെ ആലോചിക്കും, പക്ഷെ അതിൽ നിന്ന് ഒന്നല്ലേ കെട്ടാൻ പറ്റുള്ളൂ. പട്ടേലർ ബായ് എത്ര അഭ്യർത്ഥിച്ചാലും എനിക്കിത് പറ്റാത്തോണ്ടല്ലേ, സാഹചര്യം എങ്ങനെയായി. യാരാണ് ഈ കുറുക്കൊന്നി? നീ എനിക്ക് വാക്ക് തരുമ്പോൾ ഇവനുണ്ടായിരുന്നു കൂടെ. ഈ വിനാശ് ആയിക്കോട്ടെ ഉല്ലാസേ, നീ ഇങ്ങ് വന്നേ. இந்த வீடியோ കാണാം. എടാ, ആ കാനഡക്കാരിക്കാളും എന്തുകൊണ്ട് ഭേദം ഇത് തന്നെയാടാ. കാനഡ നമുക്ക് വേണ്ട, അത് ശരിയാവില്ലടാ. അവിനാഷ് ബായ് സംജാവനോ ഉസ്കോ. ഓ അത് ശരി. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണല്ലേ മാച്ച് ഫിക്സിംഗ്. ഇവന്റെ അടുത്ത് എന്ത് പറഞ്ഞാ മനസ്സിലാക്ക. നിക്ക്. അതെ, നീയും ലേയും കള്ളി ഷാപ്പിലും സംസാരിക്കുന്നത് നിങ്ങൾ അറിയാതെ ഞാൻ മൊബൈലിൽ എടുത്തിരുന്നു. വൃത്തികെട്ട നാറി. എടാ, ഞാനൊന്ന് പറയട്ടാ. നീ ഒന്നും പറയണ്ടോ. അമ്മ പെങ്ങളെ തിരിച്ചറിയാത്തവന് കാറ് പിടിച്ചു പോയി തല്ലി തന്നെ. ഇനി കുടുംബത്തിൽ നീ കാലൂത്തി പോകരുത്. എന്റെ കല്യാണം കൂടാനെങ്ങാനും വന്നാൽ നിന്റെ കാല് തല്ലുപിടിച്ച് മട്ടൻ ബിരിയാണി വെക്കും. അതെ, നിങ്ങൾക്കൊന്നും ഞാൻ കാശ് തരാനില്ല. പലിശ വേണ്ടാന്ന് പറഞ്ഞിട്ട് പലിശ ഉൾപ്പെടെ മുഴുവൻ തുക ഞാൻ തന്നാണ്. പിന്നെ എന്ത് അധികാരത്തിലാണ് നിങ്ങൾ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എന്തായാലും ഭീഷണിയാ. കല്യാണത്തിന്റെ അന്ന് ബോംബ് വയ്ക്കുന്നോ മറ്റോ ആണെങ്കിൽ കുഴഞ്ഞില്ലേ. ഒറീസയിൽ അങ്ങനെ ഉണ്ടായിട്ട് കല്യാണത്തിന്റെ അന്ന് ചെറുക്കം മദ്യം. ஐயோ, இவன் கல்யாணம் பண்ண போறான். கல்யாணமும் முடிஞ்சுச்சு. ബ്ലാക്ക് ലേബൽ. നമ്മളൊക്കെ നിർബന്ധിച്ചോണ്ടാ ഞാൻ അവനെ വിളിച്ചത്. കണ്ടില്ലേ? അല്ല, ഇന്ന് തന്നെ പോണോ നിർബന്ധമാണോ? അതെ, ഇവര് വരുന്നതിന് മുമ്പ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ശരിയാക്കണ്ടേ? ഹലോ, കല്യാണത്തിന് പോയില്ലേ? அவன் வர வேணான்ட்டான். വിളിക്കാതെ ചെന്ന തല്ലെന്നും പറഞ്ഞു. എന്നാ ഞാൻ പോയി സദ്യ കഴിച്ചിട്ട് വരാം. அவன் ஏதோ முக்கியமா சொல்லியிருக்கா பூஜா அந்த ஆமா, அதுதான் தனியா இருக்கிற போது அப்படின்னு அதோட அவன் கனவு போயிட்டான். Wish you all the happiness. മോക്കൊരു വിവാഹ സംബന്ധം കഴിഞ്ഞില്ല, ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഓക്കേ, സിനിമയിലൊക്കെ മണവാളനാക്കുക. ലയ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ഏതേ കട്ടുറുമ്പ്. താങ്ക് യു മോളു. പൊക്കോ, വേഗം പൊക്കോ. ഗിഫ്റ്റ് തന്നെ ഓപ്പൺ பண்ணாம இருக்காளே. எனக்கு அந்த வீடியோ இப்ப பார்க்கணும். എന്താ കയ്യില്? ഫസ്റ്റ് നൈറ്റ് ഗിഫ്റ്റ്. ഓ വാട്ട് എ ഡേ. നമ്മൾ മല്ലൂസിന്റെ മാരേജ് സെറമണി ഇല്ലേ, ഇറ്റ്സ് ജസ്റ്റ് ടു മച്ച്. പാല് ആ വൈറ്റ് ജഗ്ഗിലുണ്ട്. பாலில்ல மகனே, കിട്ടിയോ? அது black label. തിങ്കളാഴ്ച. പരക്ക്. ലയ, നോ. എന്താ ഉല്ലാസിന് സോഡ വേണ്ട? അതല്ല എന്തേ കാണിച്ചേ. Cheers. അൺഎക്സ്പെക്ടഡ്. அப்புறம் கனடா பொண்ணு. Finally. ഇതേ ഉല്ലാസിന്റെ കൊച്ചച്ഛൻ തന്ന ഗിഫ്റ്റാ. He's a cool man.
ഓരോ നേരം ഓരോ ബ്രാൻഡാ കഴിക്കുന്നത്. എനിക്കത് മനസ്സിലായി. കഴിച്ചില്ലേ, ചിയേഴ്സ് പറഞ്ഞ ഒരു സിപ്പെങ്കിലും എടുക്കണം. ഡെയിലി ഒരു ഫുൾ ബോട്ട് കഴിക്കുന്ന ആളാന്ന് പറഞ്ഞിട്ട് come on. அதனாலதான் You know why I love you so much? ഞാൻ എല്ലാം പറഞ്ഞിട്ടും എന്റെ ഫുൾ ഹിസ്റ്ററി അറിഞ്ഞിട്ടും you just can't love me. என்ன ஹிஸ்டரி அது எஸ்டி வரலாறு சொல்லுங்க. Maybe ഇതിനെ ആവും ക്ലാസ് എന്ന് പറയുന്നത്. என்னவா இருக்கும்? വിനാശകാലെ വിപരീതം മോനെ അവിനാശേ. വേണ്ട, ഗേറ്റ് തുറക്കരുത്, എന്റെ മുറ്റത്ത് കാലൂത്തരുത്. ഞാൻ പട്ടിയെ വിട്ട് കടിപ്പിക്കും. അതിനൂടെ പട്ടിയൊന്നും ഇല്ലല്ലേ? എന്നാ ഞാൻ തന്നെ പട്ടി കടിച്ചാ വരാതെ കേറി പോരുത്, വരാതെ കേറി കൊല്ലും ഞാൻ. கொள்ளுண்டா. എന്നെ പെരിക്കാത്ത കയറുത്. என்னடா மாதிரி கம்ப்ளீட் இருக்கேன்ற மாதிரி. വലിഞ്ഞു കയറി വരുന്നവർക്ക് ഇരിക്കാനുള്ള അല്ലേ കസേര. എന്തായാലും കല്യാണത്തിന്റെ നേരത്തെ രണ്ടാളും മഴക്കിട്ടത് ഒട്ടും ശരിയായില്ല. നിന്നോട് ആരാടി അഭിപ്രായം ചോദിച്ചത്? ഇതാർക്കാടി 2 ചായ? ഇവിടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എനിക്ക് കുടിക്കാൻ 1 ചായ മതി. ഒന്നും അറിയാത്ത ഇങ്ങനെ കൊണ്ട് ചായ എടുക്കാൻ പറ്റിയ ഒരുത്തൻ. നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. കല്യാണത്തിന് വന്ന കാല് തല്ലിടാ പറഞ്ഞോ. ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് നീ എന്താ കല്യാണത്തിന് വരാതിരുന്നത്? അങ്ങനെ പറഞ്ഞ ആരെങ്കിലും വരും? ആത്മാർത്ഥതയുള്ള സുഹൃത്ത് കയറരുതെന്ന് എന്നോട് പറഞ്ഞില്ലേ? ஓ എന്തുകൊണ്ടാ? നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തുക്ക് എന്നെ അങ്ങനെ കാണാൻ സാധിച്ചില്ല. എന്നെ നീ വെറും ഒരു അന്യനായിട്ടാണ്. നമുക്ക് ഇവിടെ ചെല്ലാം അവസാനിപ്പിക്കാൻ പോവാ. സോറിടാ, ഞാൻ ആ രീതി ചിന്തിച്ചില്ല. നീ ഇരിക്കും. പക്ഷേ ഒരു ചായ എടുത്തടി. പച്ചവെള്ളം കുടിച്ചാ മതി. ചായ കൊട്ടി കളയുമ്പോ ആലോചിക്കണമായിരുന്നു. അവനാശേ, ഞാനും ലയയും കൂടി സംസാരിച്ചത് നീ മൊബൈലിൽ എടുത്തു എന്ന് പറഞ്ഞില്ലേ? അത് കിട്ടിയോടാ? കെട്ടി. അത് കണ്ട വിവരം പറയാൻ വന്നപ്പോ നല്ല തല്ലും കിട്ടി. ഓട്ടടാ. എടാ, എനിക്കതൊന്ന് കാണണം. അവള് ആ സമയത്ത് പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ലടാ. കാണണ്ട തന്നെയാ. எனக்கு பார்க்கணும் அது. ഇവിടെ മോല് കണ്ടോ? ഇതാ ഹൈലൈറ്റ്. You can imagine. What about freedom, friends? എടക്കെപ്പോഴോ I sort of lost control in life. And what you need to know is, I'm an alcoholic now. And I'm completely addicted. എനിക്ക് ഡ്രിങ്ക്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റും. I also had a good job and I lost everything. കല്യാണം കഴിച്ചാ അതും ഒരു മല്ലു ബോയെ. ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുന്ന ഞാൻ ശരിക്കും ഇതിന് റെഡിയായി. യൂഷ്വലി എന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടും. ആൻഡ് എന്നെ പോലെ ഒരു ഡ്രങ്കാർഡിനെ തലയിൽ വലിച്ചു വെക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഉല്ലാസ് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നോ ഹാർഡ് ഫീലിങ്സ്. ഇത്രയൊക്കെ കേട്ടിട്ടും എനിക്കൊന്നും മനസ്സിലായില്ലടാ പുല്ല്. ചോദിക്കണ്ട ചോദിക്കണ്ട. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല. വരാനുള്ളത് വഴി തന്നെ. ഇതങ്ങനെയല്ലല്ലോ. വരാതെ പോയതിനെ ഫ്ലിപ്പ് ചെയ്ത് വരുത്തിയതല്ലേ. ഇതെങ്ങാനും വീട്ടിലറിഞ്ഞ അറിയിക്കാൻ നോക്കണം. നീ കാനഡയിലേക്ക് പോകുമ്പോൾ ആരും ഇതറിയരുത്. പിന്നെ സ്നേഹം കൊണ്ട് നേരെ അസുഖമൊന്നും അല്ലല്ലോ ഇത്. പട്ടിയിലോട് നീ എന്നെ ആക്കല്ലോ. എങ്ങട് ഹലോ, ലയ അവിടെ ഇല്ല. അവള് നിന്നെ പോലൊന്നും അല്ലടാ. നല്ല പണിയെടുക്കുന്ന കൂട്ടത്തില്ല. ഞങ്ങൾ ഈ വീട് മുഴുവൻ ഒതുക്കുകയായിരുന്നു. എന്ത് ജോലി ചെയ്യാനും യാതൊരു മടിയും ഇല്ല. അമ്മ ഉണ്ടാക്കിയ അച്ചാറിന് നല്ല നമ്മള് പറഞ്ഞു. അപ്പൊ തുടങ്ങിയ പുകഴ്ത്തല. വലിയൊരു ഉപ്പി അറ്റ്ലയിലേക്ക് പോയിട്ടുണ്ട്. പെരിയ ബോട്ടിൽ പോയിട്ടാ. Hi honey. Oh my god. ഇത് ഉജ്ജലേട്ടന്റെ അരിഷ്ടല്ലേ? ഇതിലെ ഫുൾ വാണ്ടിരിക്കായിരുന്നു. ആരെങ്കിലും വിളിക്കാം. എനിക്ക് ഇനിയും വേണം. അതണ്ണി തേടി വന്ന കാണോ? ആക്ച്വലി ഇവർ ഇത് മരുന്ന് பார்த்திருந்திருக்காரு. ഓർക്കാതെ അവ കണ്ടുപിടിച്ച് കൊടുത്താ. ഗുജറാത്ത ഭക്ഷണം എടുത്തു വെച്ചു. എന്റെ അരിഷ്ടം എന്തിയേ? എന്തിനാ എന്നും ഭക്ഷണത്തിന് മുമ്പ് അരിഷ്ടം കഴിക്കുന്നേ? സമയത്തിന് മരുന്ന് കഴിക്കണ്ടേ മോളെ? അരിഷ്ടം ലയ എടുത്തോണ്ട് പോയി. എന്താ അച്ചാറും അരിഷ്ടം ഒക്കെ ആ പെണ്ണിന് ഇഷ്ടം. വാ, അച്ഛൻ വെയിറ്റ് ചെയ്യുന്നു. ഇവര് പുറത്തിരിച്ച്. ലോകത്തിൽ ആദ്യത്തെ സ്ത്രീയായി കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഛർദിക്കുന്നത്. എന്റെ അരിഷ്ടം ആവശ്യമില്ലാത്ത എടുത്ത് കുടിച്ചിട്ടല്ലേ ഛർദിക്കുന്നത്? ആവശ്യമില്ലാത്തത് ഒഴിച്ചു വെച്ചതാരാ? ഇത്രയും കാലം അരിഷ്ടം എന്ന് പറഞ്ഞ് സേവിക്കായിരുന്നല്ലേ? വരരുത്, ഞാൻ വാള് വെക്കും. അതിനകത്ത് ഓക്കെ ആയിരുന്നു എന്നുള്ളതിലോട്ടും പറയരുത്. നീ എന്തിനാ ഇപ്പൊ? അത് ദാമ്പത്യ ബന്ധത്തില് അങ്ങനെ പലതും വേണ്ടി വരും. മോനെ ഉല്ലാസം, വേഗം വാ, ഭക്ഷണം തടച്ചും ചൂടാവും. എന്താ വാള് വയ്ക്കോ?
സമയം സംബന്ധിച്ചായിരുന്നു. ലേയ, അങ്ങനെ വിളിച്ചുകൊണ്ട് മീൽസ് റെഡി എന്നും പറഞ്ഞ എല്ലാവർക്കും പേടിച്ചാ മതി. അത് നല്ല ഐഡിയ. അച്ഛന് ബുദ്ധിയില്ലെന്ന് ഉല്ലാസ് പറയുന്നത് വെറുതെ. അവനെവിടെ? എന്നാലും ബാല്യകാല സഖി. നമ്മൾ എങ്ങോട്ടായി പോന്ന്? നമുക്ക് കഴിക്കാം, അവര് വന്നോളുന്നേ. അതെന്ത് മര്യാദയാ? ഇവിടെ എല്ലാവരും ഒരുമിച്ചല്ലേ കഴിക്കാറുള്ളൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. ഇതെങ്ങനെ അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ കാനഡയ്ക്ക് പോകേണ്ടി വരും. എനിക്ക് ഭാര്യയോട് സ്നേഹം ഞാൻ ഇങ്ങനെയാ വെള്ളമൊഴിച്ച് കുളിപ്പിച്ചോണ്ടിരിക്കും. ഇനി ഞങ്ങളുടെ ഡ്രസ്സ് മാറട്ടെ. വാള് വെച്ച് കീഴടങ്ങിയിട്ട് ഒന്നും അറിയാത്ത കിടക്കണോ. എന്ത് പറ്റിയടാ? അതെ, അവക്ക് നല്ല സുഖമില്ല, കുറച്ചേരം കിടന്നോട്ടെ. അത് നല്ല നാളെ കാണിച്ചേ. കാണില്ല. പിന്നെ രശ്മി നേരത്തെ ഇങ്ങോട്ട് വന്നപ്പോ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. ഇവിടുന്ന് വന്നപ്പോ മുതൽ അവിടെ 2 കൊട്ടയുണ്ട്. ഇനി എന്താണാവോ? എന്തിനാ ഇത്? ഇതെന്ത് കോമഡി? അവരുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞതല്ലേ ഉള്ളൂ. അവരിതൊക്കെ തുടങ്ങി. ഇത്രയും കാലോട്ട് നിങ്ങൾക്ക് ഇത് തോന്നിയില്ലല്ലോ. இது தமிழ்லயும் ஒரு காமெடி வரும்ல, இந்த இட்லி ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നിന്റെ അമ്മായിയമ്മയെ കുളിപ്പിക്കാൻ പെൺകോന്തൻ. பெண் ஒரு சட்டை ஃபுல்லா இட்லி வச்சு அமைச்சிடுவானே. ഇത്രയും വെള്ളം അടിക്കുന്ന ഒരാളുടെ കൂടെ பிரியமான தோழி படத்துல ഓർക്കുമ്പോ തന്നെ പേടിയാവും. എന്നെ കുറിച്ച് ഓർത്താരും പേടിക്കണ്ട. ഷട്ട് ചുളിയാണ്ട് നല്ല അന്തസ്സായിട്ട് എനിക്ക് ഉല്ലാസിനെ അറിയാം. എന്നോടൊപ്പം ഉള്ളതേ നല്ല വിദേശ നിക്ഷേപമുള്ള ഒരു വിദേശ പങ്കാളിയാണ്. വിദേശ മദ്യം വാങ്ങി വാങ്ങി അവസാനം നീ തീരാ നോക്കണേ. നിന്റെ ചേട്ടൻ വരുന്നുണ്ട്. വന്നാ തുടങ്ങും ഉപദേശം. ഞങ്ങൾ ഇവിടെയാ. എനിക്ക് സ്റ്റാർട്ടായ മതിയായിരുന്നു. അതെ, ഞങ്ങള് ടൗൺ വരെ പോവാ. വൈഫിന് ഫുള്ള് വില വാങ്ങണം. ഉല്ലാസേ, ഇന്നലെ ലയ അരിഷ്ടിച്ചത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായി. മോനെ, ആദ്യ രാത്രി മുറിയിൽ ഒരു സ്ത്രീയോടെ പുരുഷൻ നെർവസ് ആവും, വിറയ്ക്കും. എന്നെ വെച്ച് കമ്പനിക്കാളെ കൂട്ടാൻ പറ്റും. അതല്ല കുഞ്ഞെ, ഇന്നലത്തെ സിറ്റുവേഷനിൽ നിനക്ക് കൽപ്പിക്കാൻ തോന്നിയത് സ്വാഭാവികം. സെക്സിനെ ഒരിക്കലും ഭയത്തോടെ സമീപിക്കും. ഞാൻ വാത്സ്യായനന്റെ ജലേട്ടാ കുറിച്ചൊരു ക്ലാസ് എനിക്ക് വേണ്ട. വേണം. നിന്റെ ഭാര്യയ്ക്ക് അതിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോ വരണേ. ഇത്തരം സാഹചര്യങ്ങളിൽ 1 2 ഒക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞാൻ ഒരു ഫുൾ ബോട്ടുമായി നിന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിക്കും. എന്തയ്യോ, കൊടുത്ത കാടെ അവളെ ആരും കൊണ്ടുപോയി വെച്ചു. എന്നാലും நல்லா இருக்குது. ഞാൻ അച്ഛനടാ. അതിനോട് പ്രസക്തി. ലയ എവിടെ? അവൾക്ക് കൊച്ചച്ഛനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. കയ്യിൽ എന്തോ പൊതിഞ്ഞിട്ടുണ്ട്. കൊച്ചച്ഛന് കൊടുക്കാൻ നീ. நல்ல குடும்பம். പെണ്ണിനെ ഇങ്ങനെ നിന്റെ തന്ത്രമുണ്ടല്ലോ. അയാൾ എന്നോട് ദ്രോഹത്തിന് പകരം ചോദിക്കാൻ ദൈവം നേരിട്ടയച്ച പണി കിട്ടിയത് അച്ഛനല്ലല്ലോ, ആൺകുട്ടിയുടെ അവള്. നിന്റെ ഭാര്യ ഒരു വെറുതെ എടാ വെള്ളോടിയിൽ എന്നോട് പിടിച്ചിരിക്കാൻ. പക്ഷേ ഒരു കാര്യം വേണ്ടല്ലോ, ഈ മിടുക്കി ഇവരോട് തോറ്റടാ. എനിക്ക് ഈ കണ്ടീഷൻ ഇവിടെ കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. 2 ഓരോന്ന് പിടിപ്പിച്ചേ, നമുക്ക് ഇരിക്കാം. 2 ബീഫ് ഫ്രൈ ഓർഡർ ചെയ്തേ. ഇത് വീട്ടിൽ നിന്നാണ്. അമ്മാ ഭിക്ഷക്കാരൻ വന്നു. അല്ല, ഞാനാണ്. നീ അവിടെ എന്തെടുക്കുക? അച്ഛൻ അന്വേഷിക്കാൻ തുടങ്ങി. അയ്യോ അല്ല, ഞങ്ങൾ ഇവിടുത്തെ പോയി. പോയോ? എങ്ങോട്ട്? ഹണി. ഹണിയോ? ഹണിമൂണിന് പോയോ? അതെ, ഇവിടുന്ന് ഞങ്ങൾ പോയിട്ട് വരാന്ന് വിചാരിച്ചു. മിണ്ടാതെയും പറയാതെ ഇത് എന്നാ പോക്കാടാ. അത് ഈ കാനഡയിലൊക്കെ അങ്ങനെയാണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞോളാം. ശരി. പറയാം, നിങ്ങളൊന്ന് വന്ന. എന്താ ചെല്ലടാ. ഹെൽമറ്റ് ഊരണ്ട, തലക്കടിച്ചാലോ. ഹെൽമെറ്റ് കഴട്ട വേണം. എന്റെ വണ്ടിക്ക് എന്ത് പറ്റി? വർക്ക്ഷോപ്പില. ഇതാ സാസംസയുടെ കാറാ. അമ്മയ്ക്ക് സുഖമില്ല, മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നൊരു വാങ്ങിയതാ. എടാ, സ്വന്തം അമ്മയ്ക്കാണ് കള്ളം പറയുന്നത്. അതിന് എന്റെ അമ്മയ്ക്കല്ല, നിന്റെ അമ്മയ്ക്ക് സുഖമില്ലെന്നാ പറഞ്ഞത്. ഇതെന്റെ കാറ് പോലെ അല്ല, കൈ തൊട്ട അപ്പ പറക്കില്ലേ. അവിനാഷ്, stop the... അയ്യോ, എന്റെ വിസയുടെ കാര്യം നീ മറക്കോ? ഞാൻ അങ്ങനെ മറക്കൂടാ. ഏത് இந்த ட்ரெஸ்ஸோட தான் കാനഡ വന്നാ. ഫ്ലാഷ് ബാക്കാ പോയിട്ട് ഇരിക്കുന്നു. എന്തിന്? എടാ, അതിന് വലിയൊരു പീസ് ഐസ് വാങ്ങി കയറി കിടന്നാ പോരെ. അതെ, നീ സൂക്ഷിക്കണം. ലയെ മെരിക്കാൻ അത്ര എളുപ്പമല്ല. എടാ,
ഞാൻ ആരാണ് അവള് ശരിക്കും അറിയാൻ പോണേ ഉള്ളൂ. ഈ ഇന്ത്യൻ അതിർത്തി ഒന്ന് കഴിഞ്ഞോട്ടെ. ഫ്ലൈറ്റിന്റെ സമയമായി. ഫൈറ്റിനും ഓക്കെടാ. എവിടെ പോയത്? കാനഡയിൽ വെച്ച്. അവൾ ഇതിനെ തള്ളിടാണ്ടിരുന്ന അയ്യോ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പെമ്പളെ നിലക്ക് നിർത്താൻ അറിയാം. ഈ ഒരു വൈബേറ്റിട്ട് ഉല്ലാസ് കുമാറില്ലേ ഇലക്ഷൻ നിന്ന ഞാൻ താങ്കൾക്കാണ് വോട്ട് ചെയ്തത്. ആണോ? താങ്കൾ ഉന്നയിച്ച ആശയം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓ Excuse me. Yes. Can I get another one on the rocks? നോ ഇത്ര മതി. ഡോണ്ട് ഗീവ് എനി ആൽക്കഹോൾ ടു ദിസ് ഗേൾ ടോം. Ullas, please. I won't go overboard. എന്ത് പറഞ്ഞാലും ഇത്രയൊക്കെ മതി. യു അബൌട്ട് ആൻഡ് ഗോ ടോം. Hey, please wait. Ullas, do not interfere in my personal affairs. Okay? Please bring me what I asked you to. Is it clear? Yes, ma'am. Okay. അതെ, ഞാൻ എന്ത് പറയണമെന്ന് വെച്ചാൽ അതങ്ങോട്ട് കേട്ടാ മതി. I didn't get you, sir. ഓക്കെ ഗുഡ്. Excuse me. Just hurry up. Thanks. തൊപ്പിക്കാരി സ്റ്റോപ്പ്. ഷീ ഈസ് നോട്ട് മൈ ബോസ്. ഐ ആം മൈ ബോസ്. അല്ല, ഹെർ ബോസ്. യു ഒബേ യുവർ എൽഡേഴ്സ്. അല്ല, യുവർ ഓർഡേഴ്സ്. മൈ ഓർഡേഴ്സ്. ഓക്കെ? Okay. Ullas, behave yourself. Stop acting like a male chauvinist pig. എന്താ പറഞ്ഞേ? മേലാസകലം ചുവന്ന പിഗ്ഗുന്ന. വേണ്ടാന്ന് ചോദിക്കുമ്പോ തലേ കയറ്. കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനിക്ക് അവന്റെ പെണ്ണുപിള്ളെ നിലക്ക് നിർത്താൻ അറിയാം. അതിന് നിങ്ങൾ കാഞ്ഞിരപ്പള്ളിക്കാരൻ ക്രിസ്ത്യാനി അല്ലല്ലോ. ഞാൻ ആവും. ഡോണ്ട് കം ബാക്ക് അഗൈൻ ദിസ് ഏരിയയില്. 6 വർഷത്തെ ഇടവേള കഴിഞ്ഞ് പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ച് പഠിപ്പിക്കാനും നീ പോടാ. വൈബേരുന്നു. Hey, taxi. ടാക്സിയാ? വീട്ടിന് കാറൊന്നും വന്നില്ലോടി. Hey, do you speak French? Yeah. Pouvez-vous m'aider? Bien sûr. Je vous sortis de cette... ഈശ്വര, ഇതാണ് ഇവിടുത്തെ ഇംഗ്ലീഷ്. Toi? ചേറ്റുവെക്കുള്ള വഴി ചോദിച്ചാണ്. പണിയെടുക്കങ്ങട് മേല അനങ്ങട്ടങ്ങട്. ഇനി പെട്ടികളൊക്കെ നിന്റെ തന്ത എടുത്ത് വെക്കോടി. അന്തേനടുത്ത് ഞാൻ പറയാം, എടുപ്പിക്കാൻ പറ്റുമെങ്കിൽ എടുപ്പിക്കാം. എടി, ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിച്ചു തരാടി. പണിയെടുക്കാം. ഏയ്, I did not put your baggage. ഏയ്, പോവണ്ട. എനിക്കിവിടെ വരൂ. ഓളൂ, ഞാൻ കളിക്കല്ലേ. ആ കാണടാ. എന്താ ചിരിക്കണേ? അല്ല. ഹലോ, വല്ലതും കിട്ടിയോ? ലയാന്നല്ലേ പേര് പറഞ്ഞത്? ആ, ലയ. അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് മുകുന്ദൻ മേനോൻ. മുകുന്ദൻ മേനോൻ. ഓ, മുകുന്ദ് മേനോൻ. എന്ത് കുന്തായാലും അയാളോട് എന്നെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാൻ പറ. ശരി. ഓക്കെ? ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, കണ്ടുപിടിക്കാൻ ഈസിയാണ്. പണ്ട് എന്റെ അച്ഛനെ കാണാണ്ടായപ്പോ ഞാനല്ലേ കണ്ടുപിടിച്ചത്. രമണി ചേച്ചിയുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന്. അത് 3 പ്രാവശ്യം. ടാക്സി ക്യാഷ് മറക്കല്ലേ. ഉല്ലാസ്, നിങ്ങളുടെ മോളിന്ന് എന്നോട് എന്താ ചെയ്തെന്ന് അറിയാമോ? അറിഞ്ഞു. അതൊക്കെ നമുക്ക് പാർട്ടി കഴിഞ്ഞ് സംസാരിക്കാം. ലഗേജ് ഒക്കെ വണ്ടിയിലുണ്ട്. എക്സ്ക്യൂസ് മീ, ടാക്സി ക്യാഷ്. ആദ്യം പാർട്ടി ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. ഇയാള് കച്ചട പാർട്ടിയാന്ന് തോന്നുന്നു. ആ പാർട്ടി പോയാ. ഹലോ, എന്റെ ലഗേജ് എടുക്കാൻ നിന്റെ തന്ത വരുമെന്ന് ഞാൻ ചോദിച്ചില്ല. ലുക്ക് അറ്റ് ദാറ്റ്. വാട്ട് ഈസ്? അവിടെ വെച്ചേക്കൂ. ആ, അവിടെ വെച്ചാലും മതി. ഞാൻ കാനഡയിലെ തെരുവുകളിൽ പട്ടിയെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു നീ കരുതി. ഇനി അങ്ങോട്ടുള്ള നിന്റെ എല്ലാ കണക്കൂട്ടലുകളും തെറ്റും. ഞാനേ, നീ വിചാരിക്കുന്ന എന്റെ അപ്പുറത്തുള്ള വെറും കൺട്രി. അതെനിക്ക് മനസ്സിലായതുകൊണ്ടാ കളഞ്ഞിട്ട് പോകുന്നത്. അതെടി, ഞാൻ വെറും കൺട്രിയാ. ഇന്ത്യ എന്ന എന്റെ കൺട്രിയിൽ നിന്ന് അതിനൊക്കെ വലുപ്പമുള്ള കാനഡ എന്ന നിന്റെ കൺട്രിയിലേക്ക് വേറെ കൂതറ കൺട്രിയായ നിന്നോടൊപ്പം ഞാൻ വന്നിട്ടുണ്ട്. അതൊരു യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാ. Just wait and see. இதுதான் 2 countries. ഇന്റർമിഷൻ. அந்த கனடா அந்த இது മാത്തച്ഛ, ഈ നവദമ്പതികളെ ആശീർവദിക്കുന്നതിന് മുമ്പ് ഓഫായി. അല്ല, എല്ലാരും ഉണ്ടല്ലോ. അല്ല, ഈ നവദമ്പതികളെ ആശീർവദിക്കുന്നതിന് മുമ്പ് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓണായാലോ? എന്താ ഇത്ര വൈകുന്നേ? അതാ ഞാനും ആലോചിക്കുന്നു. വൈഫേ പിന്നില് നിൽപ്പുണ്ടെന്നാ പറഞ്ഞത്. പിന്നില് ഇവന് വിചാരിച്ച് ഞാൻ നിന്നെ കണ്ടില്ല. Why don't you join us, Susan? പൊതിച്ചോറും. അതൊരു നാടൻ പ്രയോഗമാണ്. എനിക്കും ചില നാടൻ പ്രയോഗങ്ങൾ അറിയാം. മർമാണി എന്ന് പറയും. ഇവനും ഫാർക്ക് നിന്നിട്ടാണ് എനിക്ക്. ഇതിനെയൊക്കെ കാണുമ്പോഴാ വീട്ടിടാൻ തോന്നുന്നു. ലയ പ്ലീസ്, നീ ഒന്ന് വേഗം ഡ്രസ് ചേഞ്ച് ചെയ്യേ. നോ മോം, എന്നെ തല്ലിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സോറി പോലും പറയാൻ ഇയാൾ റെഡി ആവുന്നുണ്ടോ നോക്കിയേ. ഞാൻ മാത്രമാണോ തെറ്റുകാരൻ? ഒരു അവിഹിത ഗർഭത്തിലുണ്ടായ കുഞ്ഞിനെ പോലെ തെരുവോരെ തന്നെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളഞ്ഞതോ? ഇവിടെ പിച്ചെടുക്കണ എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല.
അറിയോ? எப்படி பிச்சை எடுக்கணும் கூட தெரியல. എടുക്കുന്നതല്ല, എന്റെ ഫീൽ മനസ്സിലായെന്നോ ചോദിച്ചത്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാം. ആദ്യം പാർട്ടി ഒന്ന് കഴിയട്ടെ മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ നാണം കെടുത്തല്ലേ. പ്ലീസ്. പാവം. എന്റെ പേരൻസിന് എന്നെ തല്ലുന്നതിൽ പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ എന്റെ ഫ്രണ്ട്സ് അങ്ങനെയല്ല. Dios, God! செம்ம வில்லன். Hey, babe. Hey, You look stunning. Kiran! I WhatsApped you a few times. Where's your hubby? He's next door. Go meet him. Surprise! I'm Kiran, Layയുടെ close friend. ഇങ്ങനെ അടിയും വഴക്കൊക്കെ ജീവിതം തുടങ്ങുന്നത്. She's such a lovely girl. എനിക്ക് വളരെ അടുത്തറിയാവളെ. പഠിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 2 years ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. നോ മാൻ, റൂംമേറ്റ്സ്. ഞങ്ങൾ ഒരു മുറിയിലായിരുന്നു താമസം. നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കാൻ. Be nice man. Chira! Hey auntie, come in. ഇപ്പൊ വന്നില്ല ഒരുത്തൻ, ആര്? മീശയില്ലാത്തൊരു ഉദ്ദണ്ടെ. അവനും നീയും ഒരു റൂമിൽ താമസിച്ചുണ്ടോ? 2 years. ഹോസ്റ്റലില്. ഇതെന്തുകൊണ്ട് എന്നോട് നേരത്തെ പറഞ്ഞില്ല? 2 വർഷം ഒരുത്തന്റെ കൂടെ കഴിഞ്ഞ കാര്യം എന്നോട് മറച്ചു വെച്ചു അല്ലേ? ഇനി ആ കുന്ത്രാനം തലയിൽ എടുത്ത് വെക്കണ്ട. ഈസ് ഗേ. ഹോമോസെക്ഷൽ. എല്ലാ പെണ്ണുങ്ങളും അയാൾക്ക് പെങ്ങന്മാരാ. Be nice man. Chira! എടാ മോളെ, നീയെ ട്യൂൺ ചെയ്തല്ലേ? നിക്കണേ ഇവിടെ വെച്ച ടൈ കെട്ടാൻ പോലും എന്നാലും പെണ്ണ് കെട്ടണം. ഇതേതാണോ പുതിയൊരു മാരണം? ഫ്ലൈറ്റിൽ വെച്ച് നീ അവളെ തല്ലിയല്ലേ? I am 35 years അപ്പൊ മാനേഴ്സ് മാത്രമല്ല, വിദ്യാഭ്യാസവും ഇല്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് ഭാര്യയെ തല്ലുന്നത് പൗരുഷമാണെന്ന് വിചാരിക്കുന്ന ഇനിയുമുണ്ടോ കേരളത്തിൽ? ഉണ്ട്, കുറച്ച് മുമ്പോട്ടെയാണ്. വേണ്ട, അവർക്ക് ഇവിടുത്തെ കാലാവസ്ഥ പിടിക്കില്ല. ഓ, ചത്തുപോകും. Okay, ma. Come. എക്സ്ക്യൂസ് മീ, സ്നേഹസമ്പന്നനും സഹനശീലവുമുള്ള ഒരു മലയാളി ഭർത്താവ് വന്നാലേ മകളുടെ ജീവിതം ശരിയാവൂ എന്ന് താങ്കൾ പറഞ്ഞു. ബട്ട് എന്ത് കണ്ടിട്ടാണ് ആ സാധനത്തിന് നിങ്ങൾ സെലക്ട് ചെയ്തത്? സാധനം? സൗന്ദര്യം, എഡ്യൂക്കേഷൻ. സാധനം പൊരുള്. അവന്റെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. വെറും കൺട്രിയാണ്. അതെ, എന്നെ കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ മാറി നിന്ന് സംസാരിക്കാനുള്ള ഒരു മാനേഴ്സ് നിങ്ങൾ കാണിക്കണം. എന്നെ വിലയിരുത്താൻ താൻ ആരാടോ? ഉല്ലാസ്, ഇനി എന്നെ കുറിച്ച് ഒരു വാക്കും മിണ്ടിയ. നേരത്തെ പറഞ്ഞില്ലേ, ഡേർട്ടി മലയാളീസ്. അവര് പരമ്പരാഗതമായി വീര്യം കെടാതെ രക്ഷിക്കുന്ന കുറെ പച്ചത്തറികളുണ്ട്. അത് മുഴുവൻ ഞാൻ വിളിക്കും. ഈ പ്രപ്പോസൽ എവിടുന്നാ വന്നത്? കുതിരവട്ടത്തുനിന്നോ അതോ ഊളം പറഞ്ഞു? അതെ, ഇതിന്റെ ടെക്നോളജി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഹെൽപ്പ് ചെയ്യാം, പ്ലീസ്. അയാൾക്കിട്ട് 2 കൊടുത്തത് നന്നായി. സായിപ്പാന്നാ വിചാരിച്ചു. ആരാണ്? അപ്പൊ അറിയില്ല? ഇല്ല. അതാണ് തന്റെ ഒറിജിനൽ അമ്മായിയപ്പൻ, ലയയുടെ ഡാഡി. അപ്പോ ആ ക്ലീൻ ഷേവ്? അത് സ്റ്റെപ്പ് ഫാദറാ. ലയയുടെ മമ്മി 2 കല്യാണം കഴിച്ചു. അതെ, ആദ്യ ഭർത്താവ് ഡാനിയൽ. ആ നൂഡിൽസ് തലേൻ അതൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ലെന്നേ. ഈ കല്യാണാലോചന വന്ന അന്ന് മുതൽ മൊത്തം ഒരു സസ്പെൻസ് ത്രില്ലർ. എന്റെ കാര്യത്തിൽ ആ സസ്പെൻസ് വേണം. ഞാൻ സൈമൺ, അച്ചായൻ എന്ന് ഇവിടെ എല്ലാരും വിളിക്കും. അച്ചായ? ഓ, പിന്നെ ഇവിടുത്തെ മലയാളി സമാജത്തിന്റെ പ്രശ്നം. ഇനി വൈകണ്ട, എല്ലാരും അവിടെ വെയിറ്റിംഗ്. இந்த ஒரு 2 நிமிஷம் தார் மாறிச்சு. മൂർഖം പാമ്പിനെയാ ചവിട്ടി. എന്താ പാമ്പെന്ന് പറഞ്ഞു? ഞാനൊരു ഉപമ പറഞ്ഞതാടോ. ഈ സമയത്താണോ ഉപമ? ഇയാളാ ഡാനിയൽ അമ്മായിയപ്പനുമായിട്ട് ഉടക്കിയതേ. വളരെ ബുദ്ധിമോശമായി. എത്രയും പെട്ടെന്ന് അയാളുമായിട്ട് കോംപ്രമൈസ് ചെയ്തു. ഇല്ലെങ്കിൽ സ്വർഗം പോലത്തെ ഈ സ്ഥലത്ത് ഇയാളുടെ ജീവിതം നരകതുല്യമായിരിക്കും. പാർട്ടി തുടങ്ങി. ഇനി നോക്കിക്കൊണ്ട് നിൽക്കണ്ട, അങ്ങോട്ട് പെട്ടെന്ന് കോട്ടിട്. ഈ കൈകറ്റ്. അയ്യോ, തലതിരിഞ്ഞു പോയാ. Ladies and gentlemen, let's welcome the newly married happy couple, Mrs. and Mr. Ullas. Mrs. and Mr. hello. Hi. Your zip is open. Oh. The family, please come forward. എന്താ? സോറി, താഴെ അബദ്ധം പറ്റി. എന്താ? ഫ്രോക്ക് സിബിന്റെ ഉള്ളിൽ കുടുങ്ങി. Oh my god. അറിയാണ്ട് പറ്റിയതാ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. ഫ്രോക്ക് ഒന്ന് പൊക്കിയാലോ? എന്നാ പാന്റ് ഊരിയാലോ? അയ്യോ, எப்படி சமாளிக்க போறான்னு தெரியல. Now, please welcome father of the bride. அதான் എങ്ങോട്ടാണാവോ? ഞാനല്ലേ പോകേണ്ടത്? ഫാദർ ഓഫ് ദ ബ്രൈഡ് എന്നല്ലേ പറഞ്ഞത്? സ്റ്റെപ്പ് ഫാദർ എന്നല്ലല്ലോ. മുകുന്ദ്,
മൈ ഡിയർ ഫ്രണ്ട്സ്, വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നല്ലേ പറയാറ്? അതുകൊണ്ടാവണം ഭൂമിയിൽ വെച്ച് നടക്കുന്ന വിവാഹങ്ങൾ വിവാഹത്തിൽ അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നവർ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ അറുത്തു മാറ്റാൻ പറ്റില്ല. എന്റെ പുതിയ മരുമകൻ, മൈ ഡിയർ ഫ്രണ്ട്സ്, മൈ സൺ ഇൻ ലോ. Where is he? Hey, he's here. He's over here. Hey, man, fella. He's over here, man. He's here. Mr. Ullas from Kanyikuri. What's the problem? So, I would say marriage is. That's all. Thank you. ടിപ്പിക്കൽ ഡാനി എല്ലാം ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോ ഇൻക്ലൂഡിംഗ് മാരേജസ്. അങ്ങോട്ട് ഇങ്ങോട്ട് എങ്ങോട്ടെങ്കിലും ശരിയാക്കാൻ പറ്റുള്ളൂ. അയ്യോ ഇപ്പോഴൊരു മറ കിട്ടിയത്. Make it fast, fast. നമ്മൾ ഓംലെറ്റ് ഒന്നും അല്ലല്ലോ ഉണ്ടാക്കുന്നത്. കുട്ടി ഇതൊന്ന് പിടിക്കോ, ഈ ഫ്രോക്ക് ഒന്ന് വലിച്ചു പിടിക്കോ. ആണ്ടവാ എന്താ പண்றீங்க? Do something, man. ഒരു മിനിറ്റ്, അവിടെ നിന്ന് കത്തിയുണ്ട്. സൂക്ഷിച്ചു വേണേ ആവേശം കാണിക്കല്ലേ. 22 FK in Canada. അഡ്ജസ്റ്റ് பண்ணிட்டு വരുവാ. ഇതെങ്ങനെ ഇവിടെ വന്നു? അത് സിബിട്ടപ്പോ പെട്ടെന്ന് ഉടക്കിയതാ. ഇതിനി പോയില്ല. പേര് ധരിക്കുന്നതായിരിക്കും സേഫ്. സോറി. ഇത് അവളുടെ അടുത്ത ഇരയായിരിക്കും ഇയാള്. ഈ വെഡിങ് സെറമണി ഇവള് കട്ടിംഗ് സെറമണി ആക്കും. ഇങ്ങ് വന്നേ. ആ ഡാനിയേൽ അമ്മായിയപ്പനെ ഒതുക്കാനുള്ള ഒരു ഇത് കൊണ്ട് അയാളെ കാണിച്ചു കഴിഞ്ഞാൽ അയാൾ ഞെട്ടി വിറയ്ക്കും. എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയല്ലേ? ഡ്രൈവറാണ് ഉണ്ണി നീ. പൊണ്ണാ இருக்குமோ? നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? ഒരു പ്രൊട്ടക്ഷൻ അത്രേ ഉള്ളൂ. എന്നാലും ഇത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല. കുറച്ച് വിദ്യാഭ്യാസം കുറവാണെന്നേ ഉള്ളൂ. കുറെ വിദ്യകളും സകല അഭ്യാസങ്ങളും ഒക്കെ പഠിച്ചവനാണ് ഞാൻ. എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ തന്നെ. എക്സ്ക്യൂസ് മീ, വുഡ് യു പ്ലീസ് ഷോ ദീസ് ഫോട്ടോഗ്രാഫ്സ് ഓൺ ദ വീഡിയോ വാൾ ഫോർ മീ? അങ്ങനെയൊന്നും വേണ്ടട്ടാ, പേടിച്ചാ മതി. ഞാൻ വെറുതെ പറഞ്ഞ. യുവർ അറ്റൻഷൻ പ്ലീസ്. വേണ്ടട്ടാ. എന്റെ സണ്ണില്ല വന്ന അന്ന് തന്നെ എന്റെ ഒരു അവിഹിത ബന്ധം കണ്ടു. ഇഷ്ടകളെ കണ്ടുപിടിച്ചു എന്ന് മാത്രമല്ല, അതൊക്കെ ചിത്രങ്ങളാക്കുകയും ചെയ്തു. അത് ഞാനല്ല. ആ ചിത്രങ്ങൾ നിങ്ങൾ എല്ലാവരുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഷോ ടൈം. നാട്ടുകേസാവൂട്ടാ പ്ലീസ്. വൈഫാ ഇല്ല പൊണ്ണാ தெரியலையே. ഇതെന്താ? ഇതൊക്കെയുടെ പതിവാണ്. അത് അങ്ങേരുടെ വൈഫാ, മൈ സ്റ്റെപ്പ് മോം. Actually, how many mummies and daddies do you have? I want the complete list before sunrise. ഞാൻ എനിക്കിട്ട് മനഃപൂർവ്വം ചെയ്തല്ലോടോ. പ്രോമിസ് അല്ല. അതിനെയൊക്കെ ഡൈവേഴ്സ് ചെയ്തിട്ട് 6-7 കൊല്ലമായി. എന്തായിരുന്നു കാര്യം? ഇങ്ങേർക്ക് ഇത് തന്നെ പണി. വല്ല നഴ്സറി സ്കൂളിലും പോവേണ്ടി വരും. എന്തായാലും എന്റെ വിസ ഇതോടെ എക്സ്പയർഡ് ആവും. എക്സ്ക്യൂസ് മീ, ആ ടാക്സി ചാർജ്. മാരേജ് നടന്ന ഇന്ത്യയിലാണെങ്കിലും ഇവിടെ വെച്ച് നമുക്ക് ഡിവോഴ്സ് വാങ്ങിക്കും. കാര്യങ്ങൾ ഈ വഴിക്കാ പോകുന്നെങ്കിൽ കേസ് നമുക്ക് തന്നെ പിടിക്കണ ചായ. റിസപ്ഷൻ ഒന്ന് നടന്നോട്ടെ. அவங்க டிவோர்ஸ்ல இல்ல. அவளுக்கு சரக்கு பார்த்து சிரிப்பு வருதுன்னு நினைக்கிறேன். അത് കണ്ടോ, അവളില്ലേ വന്ന് കേറി അന്ന് മുതൽ എനിക്ക് പറയാ. എനിക്ക് ഡാഡിയുടെ വീട്ടിൽ കയറാൻ പോലും പറ്റാത്ത അവസ്ഥ അവൾ ഉണ്ടാക്കിയത്. അവൾക്ക് തിരിച്ചൊരു പണി കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കും കുറെ കാലായി. ഇന്നത് സാധിച്ചു. ഡാഡിയെ സംശയത്തിന്റെ അസുഖമുള്ള ആളാ. ഇനി അവൾ എന്ത് പറഞ്ഞാലും ഡാഡി വിശ്വസിക്കില്ല. അവളുടെ ജീവിതം നീ കുറ്റിച്ചൂലാക്കി. എന്റെ പേരൻസിനെ പേടിക്കോ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കോ ഒന്നും വേണ്ട. വി ഡിസൈഡ് അവർ ലൈഫ്. ഓക്കേ You my stepmom. To stepmom. நல்லா இருக்கே கிளாஸ். இது ஷார்ட்ஸ் கிளாஸ். Barbon. அதே மாதிரி கால்ல இருக்கு படுத்துறாங்க பாரு. നേരം വെളുത്താ. ലയാ. ഓ ഇത് ഇവന്റെ വീടാ. എന്തത് പൂരപ്പറമ്പാ. ഈ മുറ്റം നടിച്ചവരുണ്ട്. ഇവിടെ പോയി. അതെ, അവന്റെ ബർത്ത്ഡേ ആണ്. ഒരു എക്സ്ക്യൂസും പറയണ്ട, വന്നേ പറ്റൂ. Hey, എടി I'll call you back.
അത്ര പെട്ടെന്ന് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. എത്ര ടൈം എടുത്താലും ആ സ്റ്റുപ്പിഡിനെ നിന്റെ ഹസ്ബൻഡായിട്ട് ഞാൻ ഒരിക്കലും അംഗീകരിക്കും. ഹസ്ബൻഡോ? ചെറുപ്പത്തിലെ പ്രണയം എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരെ ആദ്യം പറ്റിച്ചു, എന്നിട്ട് ലീഗലി ഒരു ഹസ്ബൻഡിനെ ഒപ്പിച്ചു. മനസ്സിലായില്ലേ? ഇറ്റ്സ് വൺ ഓഫ് ഹർ dirty tricks. Hey, you shut your bloody mouth. I'm talking to my parents here. I'm also one of your parents. Your step. You are my father's. Bloody Jesse, stop. I will. Leia, What? she is your stepmother. Show some respect. ഭാഗ്യം വായില് വീണില്ലല്ലോ. Who the hell are you? ഞാൻ ഇന്നലത്തെ ടാക്സി കാശ് മേടിക്കാൻ വേണ്ടി വന്നതാ. അതിന് അപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്തേ ഉള്ളൂ. If you want to help നിന്റെ വൈഫ് കേട്ടോ. പിന്നെ നോന്ന് പറയാൻ നീ എന്നവടി പഠിക്കുക. ഹലോ, ഞാനൊന്ന് എനിക്ക് ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ആ ഫ്രിഡ്ജ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഞാനൊന്ന് ഹലോ 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 ബ്രേക്ക്ഫാസ്റ്റ് ഫ്രിഡ്ജിലാണ് ഉണ്ടാക്കി വെച്ചത്. ഇതെന്താ ബിവറേജ് ഷോപ്പ്? ഇവിടെ ബിയറും വെള്ളവും സോഡയാണോ ബ്രേക്ക്ഫാസ്റ്റ്? അവളൊന്ന് വരുമ്പോ വാങ്ങിക്കും. ക്ലീൻ ദ ഹൗസ്. ഇതിനാണോ അവള് ഫ്രിഡ്ജ് നോക്കാൻ പറഞ്ഞത്? ക്ലീൻ ദ ഹൗസ്. ഞാൻ ആരടി വേലക്കാരി ദാമോ? ദിസ് ഈസ് ദ ഹൗസ്. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആളും മിടുക്കന. അപ്പൊ കാണാം. സീ യു ബൈ. സോറി, നിങ്ങളല്ലേ ഇറങ്ങണ്ടേ? അതെ. ഇതാണ് ആളിറങ്ങാൻ വൈകി. അങ്ങനെ 2 വണ്ടി വരെ നഷ്ടപ്പെട്ടു. വേണ്ടെന്നേ. ഇവൻ വെഞ്ഞാറമൂടുകാരനാന്ന് തോന്നുന്നു. ഹലോ ഹലോ, ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കാവാണ്ടിരിക്കാനാ വന്നത്. രാവിലെ എഴുന്നേറ്റ് എന്നോട് പറയാണ്ട് പോയത് പോട്ടേന്ന് വെക്കാം. ഞാൻ ഉറങ്ങായിരുന്നല്ലോ. ലോകത്ത് ഏതെങ്കിലും ഭാര്യ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എന്താ ഉണ്ടായത്? ദാ ക്ലീൻ ദ ഹൗസ് ഒരു കുറുമാന എഴുതിയിട്ട് അവള് ഫ്രിഡ്ജിമ പതിപ്പിച്ചിട്ട് പോയിരിക്കുക. ക്ലീൻ ടോയ്ലറ്റ്സ്, വാഷ് ക്ലോത്ത്സ്, മേക്ക് ഡിന്നർ, യൂട്യൂബ്. ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട കാര്യങ്ങളല്ല. നീ പൊന്മുട്ടയിടുന്ന താറാവിന്റെ കഥ കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. കാണിച്ചു. ഇതാണ് പൊന്മുട്ടയിടുന്ന താറാവ്. ഇവര് മുട്ടയിടും എല്ലാ മാസവും 1-ാം തീയതി. ഇവളുടെ ശമ്പളം എത്രയാണെന്നറിയാം? കേട്ടാ തല കറങ്ങും. ബോക്സർ ആണല്ലേ? ചാമ്പ്യൻ ആയിരുന്നു കല്യാണത്തിന് മുമ്പ്. ഇവരിട്ട് ചാമ്പായിരിക്കല്ലേ? വന്നേ. ഇത്രയും കാലം ആണുങ്ങളെ കൊണ്ട് പണിയെടുപ്പ് ഇവറ്റകൾ സൂയിക്കായിരുന്നില്ലേ? നമുക്കതൊന്നും തിരിക്കാടാ. എങ്ങനെ? ഈ പ്രമോഷൻ എന്നും ഓവർ ടൈം എന്നൊക്കെ പറഞ്ഞ് അവര് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കും. നമ്മൾ അത് വെച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കും. അതിനിടയ്ക്ക് ഇതുപോലുള്ള ചില കുറിപ്പുകളൊക്കെ വരും. അതങ്ങ് ചെയ്തേക്കണം. ഇപ്പൊ എന്റെ കാര്യം സമാജം പ്രസിഡന്റ് ആയിട്ട് വിലസുമല്ലേ. കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളും. എപ്പോഴും മീറ്റിംഗ് ആടേ ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, എക്സ്ക്യൂസ് മീ, മേക്ക് ഡിന്നർ. ഒന്ന് ശ്രമിച്ചാ നിനക്ക് വിസ്പെക്ടാവും. എന്തിന്? എനിക്ക് പൊന്മുട്ട ഇടുന്നതിനല്ല, വെള്ളമടിച്ച് വാള് വെക്കുന്ന താറാവിനാ കിട്ടിയത്. ഞാനിവിടെ കൂലിപ്പണി എടുത്തിട്ടേ. ആ അവസ്ഥയൊക്കെ മാറും. അവളുടെ പേരില് ഒരു ഹ്യൂജ് എമൗണ്ട് കിടപ്പുണ്ട്. പക്ഷെ അതിൽ അവൾക്ക് തൊടാൻ പോലും പറ്റും. ലേയുടെ ഗ്രാൻഡ് ഫാദർ ആണല്ലോ ബിസിനസ് തുടങ്ങിയതും സമ്പാദിച്ചു കൂട്ടിയതും. അങ്ങേരുടെ മരണശേഷം ലേയുടെ പാരന്റ്സ് ഡിവേഴ്സ് ചെയ്യുകയും വേറെ വിവാഹം കഴിക്കുകയും ചെയ്തു. ലയ അവളുടെ അവകാശം ആവശ്യപ്പെട്ട് കോടതിയിൽ ഒരു വലിയ തുക അവൾക്ക് കൊടുക്കാൻ കോടതി വിധിക്കുകയും ചെയ്തു. എന്നിട്ട് എന്ത് പറ്റി? ക്യാരറ്റ്. എന്നിട്ട് എന്താ ഉണ്ടായത്? ലയ ആൽക്കഹോളിക് ആണെന്ന് ലയയുടെ പാരന്റ്സ് കോടതിയിൽ പ്രൂവ് ചെയ്തു. ഈ ആൽക്കഹോളിക് ആയ ഒരാളുടെ കയ്യിൽ ഇത്രയും പണം വന്നാൽ അത് അവളുടെ ജീവന് തന്നെ ആപത്താണെന്നുള്ള വാദം കോടതി അംഗീകരിച്ചു. അതോടെ ആ തുക എങ്ങനെ ഫ്രീസ് എന്നാ പെർമനന്റ് റെസിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ തുകയിൽ തൊടാം, കൈയിട്ട് വരാം. ഭർത്താവെന്ന അധികാരം ഉപയോഗിച്ച്. തുക എന്ന് പറഞ്ഞാ എത്ര എമൗണ്ട് വരും? $10 million Canadian dollars. ഇന്ത്യൻ റുപ്പീസ് എത്ര ഉണ്ടാവും? 52 കോടി ഇന്ത്യൻ റുപ്പീസ്. ഇപ്പൊ പാര് ക്ലീൻ ഹൗസ് തരാ. ഇതുപോലെ ഞാൻ 52 അയ്യോ വീടും അടിച്ചു വരി കളഞ്ഞോ? ഇവിടെ ഉണ്ടല്ലേ. വേലക്കാരൻ ദാമുവായിട്ടോ അടുക്കളക്കാരി ജാനുവായിട്ടോ എങ്ങനെ വേണമെങ്കിലും കണ്ടോട്ടെ. PR കിട്ടിക്കഴിഞ്ഞ മോളെ ഈ ചേട്ടൻ കാണിച്ചു തരാം. അതുവരെ ഇത് മണിയടി മുതലെത്തിയ ഡാർലിംഗ്. ഹായ്, ഡാഡി മമ്മി വീട്ടിൽ വന്നു. കമോൺ ഹോം. ഓ, ഈ വീട് ഇത്രയും വൃത്തിയായിട്ട് കാണുന്നത് ഇതാദ്യമാ അല്ലേ? അതെ, ഞങ്ങൾ താമസിക്കുന്ന കുറച്ച് അപ്പുറത്താ. ഉല്ലാസ് ഇടയ്ക്ക് അങ്ങോട്ടും വരണം. ക്ലീൻ ചെയ്യാനോ? രേവതി നല്ല കുക്കാ. രുചിയുള്ള നാടൻ ഭക്ഷണം കഴിക്കും. ഇപ്പൊ കഴിക്കാനുള്ളത് കൊണ്ടുവന്നിട്ടും. ആണോ? എന്നാ പിന്നെ കഴിച്ചിട്ട് സംസാരിക്കാം. ചൂടാക്കണം. ഓ, കഴിക്കാറാവുമ്പോ സ്വിച്ച് ഓൺ ചെയ്താൽ മതി, ചൂടായിരിക്കും. താങ്ക് യു. എബൌട്ട് ആൻഡ് സിറ്റ് ഡൗൺ. അല്ല മമ്മി പിന്നെ ഡാനി പറയുന്നതൊന്നും ഉല്ലാസ കാര്യമാക്കില്ല. അല്ല, ലേ ഇതുവരെ വന്നില്ലേ? അവളൊരു ഫ്രണ്ടിന്റെ അടുത്ത് അവിടെ പോയിരിക്കുക. പിന്നെ അടുത്തുള്ള ബാറി കാണും. ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. ഞങ്ങൾ സ്വന്തം കാര്യം നോക്കുന്നതിനിടയിൽ അവളെ ശ്രദ്ധിച്ചില്ല. അവൾ ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായൂല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അവക്ക് വിശ്വാസമില്ല. പക്ഷെ ഉല്ലാസിനെ അവക്ക് വിശ്വാസം. അതിനൊരു കാരണമുണ്ട്, തെളിവുമുണ്ട്.
തെളിവ് ആ അന്ന് ഫ്ലൈറ്റ് അവളെ തല്ലിയപ്പോ തിരിച്ചവളൊന്നും ചെയ്തില്ല. സാധാരണ അവിടെ ദേഹത്ത് ആരെങ്കിലും കൈ വെച്ചാൽ ഇട്ടിച്ച് പരിപ്പെടുക്കവള്. കാരാട്ടെ ബ്ലാക്ക് ബെൽറ്റ്. ആ ഞാൻ ഈ നാടൻ ഇടിയുടെ ആളാണ്. എന്തായാലും ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. ഓക്കെ. ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, ഉല്ലാസ് വിചാരിച്ച അവളെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഉല്ലാസിന് ഒരു കുറവും ഇവിടെ ഉണ്ടാവില്ല. എന്റെ ഒരു ഫ്രണ്ടാ. നേരത്തെ ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാ സംസാരിച്ചോളൂ, ഞങ്ങൾ ഇറങ്ങാം. ഇടയ്ക്കിടയ്ക്ക് വരണം ഇങ്ങനെ ഇതുപോലെ. ഹലോ, ഞാനെടാ അവിനാശ്. എടാ എനിക്ക് നിന്നെ കാണാടാ. പക്ഷെ എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. ഇത് എന്തൊക്കെയാ ചോദിച്ചൊരു മെസ്സേജ് ഉണ്ടല്ലോടാ, കൂടെ ഒരു ഓക്കെ ബട്ടണും. അതേ പിടിച്ച് ക്ലിക്ക് ചെയ്യടാ. എടാ ഇപ്പൊ എന്നെ കാണാമാ? ആ കാണാം. കുറച്ച് സമയത്തിനുള്ളിൽ എന്റെ ഡോളേഴ്സാ വരാൻ പോണത്. ആണോ? എന്ത് ബിസിനസ് തുടങ്ങാനാ പ്ലാൻ? എടാ നമ്മുടെ നാട്ടിൽ ഈ പൊക്കാളി അരി ഉണ്ടല്ലോ, ഉണ്ട്. അത് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തു. അരി തന്നെ വേണോ? വേണം വേണം. എല്ലാ പൊക്കാളി കൃഷിക്കാരെ നീ പോയി പൊക്കണം. ഒരു അഡ്വാൻസ് കൊടുത്തേക്കേ. ആ അരി മാത്രമല്ല, നിന്നെ ഞാൻ ഇങ്ങോട്ട് പൊക്കും. എന്തിനാന്ന് മനസ്സിലായ? അവിടുത്തെ ജയിലിൽ കിടക്കാൻ അല്ലടാ, ഇവിടുത്തെ എന്റെ ബിസിനസ് പാർട്ട്ണർ ആക്കാൻ. അളിയ, നിന്നിലെ നന്മ ഞാൻ പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ലടാ. അതൊന്നും കാണിക്കാൻ ഇപ്പൊ എനിക്ക് സമയമില്ല. എന്റെ വൈഫ് ഏതോ ഒരു ബാറിൽ അടിച്ച് ഫിറ്റായിട്ട് കിടക്കാം. അതിനെ കണ്ടുപിടിച്ച് ഇനി ഇങ്ങോട്ട് എത്തിക്കണം. പോക്കെടാ. ഹായ് പൊക്കാളി. ഹലോ, താനെന്താ ഇങ്ങനെ സംസാരിക്കണേ? വൈഫ് ഉണരും. ഇപ്പൊ ഒരു യുദ്ധം കഴിഞ്ഞ് കിടന്നതേ ഉള്ളൂ. നിങ്ങൾ തമ്മിൽ വഴക്കായ? ഭക്ഷണവുമായിട്ടുള്ള യുദ്ധം. ഉണർന്നാലുടൻ ഭക്ഷണം ചോദിക്കും, ഇല്ലെങ്കിൽ എന്നെ തിന്നും. അതെ, തനിക്കൊരു ഓട്ടം നന്നാ പെട്ടെന്നൊന്ന് വരാൻ പറ്റുമോ? ഓടാൻ പോയിട്ട് അനങ്ങാൻ പോലും പറ്റുന്നില്ല. കുർള എക്സ്പ്രസിന്റെ അടിയിൽപ്പെട്ട അവസ്ഥയാ. എടോ, താൻ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങാൻ നോക്കുന്നേ. ഒന്ന് ശ്രമിച്ചു നോക്കാം. എന്റെ ശ്വാസം കോഞ്ചു പോലെയായി. ഓ, ഈ പാതിരാത്രിക്കൊക്കെ ഇതാര് വിളിക്കുന്നത്? ഉല്ലാസ്. അച്ഛായ, എനിക്കൊരു ഉപകാരം വേണമായിരുന്നു. ഇപ്പൊ ഫ്രീ ആണോ? അല്ലല്ലോ ഉല്ലാസ്, ഞാൻ ഭയങ്കര ബിസിയാണ്. എന്താ കാര്യം? ഏതെങ്കിലും നല്ലൊരു ബാറിൽ പോയിരുന്ന് രണ്ടെണ്ണം അടിച്ചാലോ എന്ന് വിചാരിച്ച് വിളിച്ചതാ. കുഴപ്പമില്ല, എന്നാ പിന്നെ വേറെ ഒരിക്കലാവാം. കേട്ടാ, ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടാ. താങ്ക് യു ഫോർ വാച്ചിങ് പാർട്ട് 2. நம்ம പാർട്ട് 3 சந்திப்போம். ബൈ ബൈ.